ഹലോ. അപ്പോൾ ഇനി സ്കൂളൊക്കെ പൂട്ടാനായില്ലേ? ഇനി സ്കൂളൊക്കെ പൂട്ടി റമദാനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടിയ കുട്ടികളെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കും ഇന്നത്തെ സ്പെഷ്യൽ എന്താ, അല്ലെങ്കിൽ ഇനി ഒരു വെള്ളിയാഴ്ചയെങ്കിലൊക്കെ ചോദിക്കും ഇന്നെന്താ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു എഗ്ഗ് കൊണ്ടൊരു മന്തി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുക. പിന്നെ നമുക്ക് ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. പിന്നെ അതിലേക്കുള്ള മസാലകൾ സവാള, പിന്നെ ചെറിയൊരു ക്യാപ്സിക്കൻ, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകം, പിന്നെ ഒരു ടീസ്പൂണ് മല്ലിക്കുരു, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കറാമ്പൂ, ഒരു 5-8 ഏലക്കായ, കുരുമുളകിൻ്റെ ലേശം, കുറച്ച് കുരുമുളക്, കറാമ്പട്ട, ഒരു മാഗി ക്യൂബ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മാഗി ക്യൂബ് ചതച്ചത് കൊടുത്ത് അവിടെ അരച്ച് വെക്കട്ടോ. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകളും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം, ബേ ലീഫ്, ഗരം മസാലകൾ, ഒരു മാഗി ക്യൂബ്, പിന്നെ മറ്റ് തക്കാളി ചതച്ചപ്പോൾ അതിക്കൊരു മാഗി ക്യൂബ് ഇട്ട് കണ്ട് അത് ചതച്ചിരുന്നു കേട്ടോ. ഇതൊന്നുകൊണ്ട് വാടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. നല്ലതൊന്നൊന്ന് വാടി വരട്ടെ. നമുക്ക് ആ തക്കാളിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അതിൽ തക്കാളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഒരു പച്ചമുളക്, പിന്നെ മാഗി ക്യൂബ് ഉണ്ട് കേട്ടോ. ഇവിടെ വാ ഇടയ്ക്കിടയ്ക്ക് മകനൊന്നിനും വന്ന് മേടിയില്ലെങ്കിലും ആണ് ബുദ്ധിമുട്ടാട്ടോ. നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൊണ്ട് വരഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അതിലേക്കൊന്ന് മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. എഗ്ഗാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായം കേട്ടോ പറയണത്. അങ്ങനെ നമ്മുടെ ചോറ് ഏകദേശമൊക്കെ വെന്തു. ഒരു 90% വേവണം കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്നൊരു സ്ട്രെയിനർക്ക് ഊറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയിലേക്ക് ആഡ് ചെയ്യുക. നമുക്ക് ഞാൻ ഇതിൻ്റെ കളർ ആവശ്യമില്ല കേട്ടോ. ഞാൻ വെറും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ ആഡ് ചെയ്തതായിരുന്നു. 2 കളറും കൂടി ഏകദേശം ഇപ്പോൾ ഒന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതൊരു കള്ളത്തരം കാട്ടിയതാട്ടോ. അതിനിപ്പോൾ ഏകദേശം ഇപ്പോൾ മഞ്ഞയാണോ ചുവപ്പാണോ എന്നറിയില്ല, ആ കോലത്തിലായിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടിയിട്ട് വേറെ ഏതൊക്കെ ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എനിക്കൊരു ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇപ്പോൾ ആഡ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല രസം കേട്ടോ. മന്തിക്കായാലും നെയ്ച്ചോർക്കായാലും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്ന രസമാണ്. ഞാൻ വല്ല പാത്രം ഇല്ലാത്ത പോലെ മാതിരി ചെറിയ പാത്രത്തിൽ വേവിച്ചതുകൊണ്ട് വേറൊരു പാത്രത്തേക്ക് കൊട്ടിയിട്ടാട്ടോ അതൊന്ന് മിക്സാക്കി കൊടുക്കണത്. ചില സമയത്ത് ഇമ്മാർക്കത്തെ പൊട്ടത്തരൊക്കെ കാട്ടലുണ്ട്. വീട്ടിൽ പാത്രം ഇല്ലാത്ത പോലെ മാതിരി ചെറിയ പാത്രത്തിൽ കട്ട് ആഡാക്കി കൊണ്ടോട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. സംഭവം നല്ല സൂപ്പറായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഓക്കേ.